ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. പൊട്ടിക്കരയുന്ന സ്നേഹയാണ് കാണിക്കുന്നത്. മോളെ, ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ, ഇനിയും നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അർച്ചന സ്നേഹയെ ആശ്വസിപ്പിക്കുകയാണ്. അതേസമയം സേതുമാധവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. എന്താ മോളെ, എന്താ പറ്റിയതെന്ന് സേതു ചോദിക്കുമ്പോൾ അവര് ദക്ഷിണ മേടിക്കാത്ത കാര്യങ്ങളെല്ലാം തന്നെ അർച്ചന സേതുമാധവനോട് പറയുന്നു. മോൾ എന്താണെങ്കിലും അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. മോൾക്ക് അച്ഛനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ബോക്സ് സ്നേഹയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സേതു. ഈ മാല അണിഞ്ഞുകൊണ്ട് വേണം മോൾ വരാൻ, അച്ഛൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് സേതു പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആതിരയും അനഘയും കൂടി ചെല്ലുന്നു. അച്ഛ, നന്ദേട്ടനും സന്ദീപും കൂടി എങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, അച്ഛനൊന്ന് അങ്ങോട്ടേക്ക് ചെന്നിരുന്നെങ്കിൽ എന്ന് ആതിര പറയുമ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സേതു അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും അനഘയും ആതിരയും ചേർന്ന് വിവാഹത്തിനായി സ്നേഹയെ ഒരുക്കുന്നതാണ്. കാണിക്കുന്നത് സേതുമാധവൻ നന്ദന്റെയും സന്ദീപിന്റെയും അടുത്തേക്ക് ചെല്ലുന്നതാണ്. നിങ്ങളിപ്പോഴും നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന് സേതു ചോദിക്കുമ്പോൾ അതേയെന്നും, അവളുടെ വിവാഹം നടന്ന സമയത്ത് അവൾക്ക് നമ്മളാരും വേണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ദോഷം മാറുന്ന സമയത്തും നമ്മൾ വേണ്ട, അത്ര തന്നെ. അച്ഛൻ്റെ ആഗ്രഹമല്ലേ, അതെന്താണെങ്കിലും നടക്കട്ടെ, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് നന്ദനും സന്ദീപും അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് സേതു. പിന്നീട് കാണിക്കുന്നത് വിവാഹത്തിനായി ഒരുങ്ങുന്ന ധനുഷിനെയാണ്. അതേസമയം അവന്തിക ധനുഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും നിന്റെ തലയിലേക്ക് കയറിയിട്ടില്ലല്ലേ? നിനക്ക് ഇതുവരെയായിട്ടും എന്നെ മനസ്സിലായിട്ടില്ലല്ലേ? ഞാൻ പറഞ്ഞതില്ലേ നിന്നോട് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കാൻ? വെറുതെ എൻ്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കാൻ നിൽക്കരുത് എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാൻ. എന്തിനാ ഈ നാടകമൊക്കെ കളിക്കുന്നത്? ഇതൊക്കെ അർച്ചനയുടെ പ്ലാനാണെന്നും നിനക്കറിയില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് പറയുകയാണ്, എന്താണെങ്കിലും നല്ലൊരു കാര്യം തന്നെയല്ലേ അത്. ഈ പൂജാമുറിയിൽ വെച്ച് സ്നേഹയുടെ കഴുത്തിൽ ഞാൻ ഒന്നുകൂടി താലി കെട്ടുമ്പോൾ ഇവിടുത്തെ മരുമകൻ എന്നുള്ള എൻ്റെ സ്ഥാനവും കൂടി ഉറക്കുകയാണ് ചെയ്യുന്നത്. അവന്തികെ, പഴയതെല്ലാം മറന്ന് പുതിയൊരു നല്ല മനുഷ്യനായി ജീവിക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിന് നീ തടസ്സം നിൽക്കരുത് പ്ലീസ് എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അതിലും ഭേദം നീ അങ്ങ് മരിക്കുന്നത് തന്നെയാ. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക മുറിയിൽ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സ്നേഹയെ ഒരുക്കിക്കൊണ്ട് താഴേക്ക് വരുന്ന ആതിരയും അനഘയും അർച്ചനയുമാണ്. അതേസമയം തന്നെ ധനുഷിനെ വിളിച്ചുകൊണ്ട് സച്ചിയും താഴേക്ക് വരുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. തിരുമേനി, സമയമായില്ലേ, തുടങ്ങാമെന്ന് സേതു പറയുമ്പോൾ തിരുമേനി സ്നേഹയും ധനുഷിനെയും ആരതി ഒഴിയുകയാണ്. തുടർന്ന് തിരുമേനി താലി കൊണ്ടുവന്ന് കെട്ടിക്കൊള്ളാൻ ധനുഷിനോട് പറയുമ്പോൾ അർച്ചന രണ്ടുപേരോടും കൂടി സേതുവിന്റെ അനുഗ്രഹം വാങ്ങാനായി പറയുന്നു. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിയതിനു ശേഷം ധനുഷ് താലി കെട്ടാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് തിരുമേനിയുടെ കൈതട്ടി നിലവിളക്ക് താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ടുകൊണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. അപശകുനമാണല്ലോ കണ്ടത്, ഇത് ദോഷമല്ലേ തിരുമേനിയെന്ന് അവന്തിക ചോദിക്കുമ്പോൾ തിരുമേനി പറയുകയാണ്, മുഹൂർത്തത്തിനൊന്നും ഒരു കുഴപ്പവുമില്ല, നേരത്തെ ഞാൻ വെച്ചപ്പോൾ വിളക്ക് വീഴേണ്ടതായിരുന്നു, അത് ഇപ്പോൾ വീണെന്ന് മാത്രം. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ, അബദ്ധത്തിൽ സംഭവിക്കുന്നതും അപശകുനമെന്ന് പറയുന്നതും രണ്ടും രണ്ടാണെന്നും. താൻ ധൈര്യമായിട്ട് താലി കെട്ട് എല്ലാം ശുഭമാകുമെന്ന് തിരുമേനി പറയുമ്പോൾ ധനുഷ് സ്നേഹയുടെ കഴുത്തിൽ താലി ചാർത്തുകയാണ്. ഇത് കാണുന്ന എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവന്തിക മാത്രം ദേഷ്യത്തോടെ തൻ്റെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന അവന്തികയുടെ മുറിയിലേക്ക് ചെല്ലുന്നതാണ്. ചിരിച്ചുകൊണ്ട് അർച്ചന പറയുകയാണ്, നിങ്ങളുടെ വെല്ലുവിളിയൊക്കെ എന്തായി? അവിടെ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ ഓരോന്നായിട്ട് നടക്കുകയാണല്ലോ, അതൊന്നും കണ്ട് സഹിക്കാനാകാതെയാ നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുകയാണ്, നിന്റെ പരിഹാസമൊക്കെ നിർത്തിക്കോ. ഞാൻ തോറ്റെന്നായിരിക്കും നീ ഇപ്പോൾ വിചാരിക്കുന്നത്, പക്ഷേ നിന്റെ സന്തോഷത്തിന് ആയുസ്വല്പം കുറവാണല്ലോ. അവർ രണ്ടുപേരും നല്ല അന്തസ്സോടെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നീ വിചാരിക്കുന്നത് പോലെ ഒരുത്തനല്ല അവനെന്ന് അവന്തികയും പറയുന്നു. എന്നാലേ നിങ്ങൾക്കറിയാത്തൊന്ന് എനിക്കറിയാം, അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാ എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അവളെടുത്ത് മടിയിൽ വെച്ചിരിക്കുന്നത് തീക്കനലാണെന്ന് അവൾക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലായിക്കോളും. ഇനി മുതൽ അവളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിനൊക്കെ നീ മാത്രമായിരിക്കും ഉത്തരവാദി. ഇന്നു മുതൽ അവർ തമ്മിലൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. നിങ്ങൾ കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാലേ അത് നെല്ലിശ്ശേരിയുടെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ദിവസമായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തോ, ഇന്നു മുതൽ നിങ്ങളെക്കാൾ ഒരുപടി മുകളിലാണ് അവന്റെ സ്ഥാനം. അവനെ ഈ വീട്ടിലെ മരുമകനാണ്. അതൊക്കെ ഒന്നുകൂടി മനസ്സിലാകണമെങ്കിലേ നിങ്ങൾ ആ കാഴ്ച നന്നായി തന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവന്തികയെ ബലമായി പൂജാമുറിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് അർച്ചന. അങ്ങനെ അവന്തിക ചെല്ലുമ്പോൾ കാണുന്നത് സ്നേഹയ്ക്ക് സിന്ദൂരം ചാർത്തുന്ന ധനുഷിനെ ആയിരുന്നു. ഈ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് സേതുമാധവൻ അവന്തികയുടെ അനുഗ്രഹം വാങ്ങാനായി അവരോട് രണ്ടിനോടും പറയുമ്പോൾ ഇതൊക്കെ പഴയ ആചാരങ്ങളാണെന്ന് പറഞ്ഞ് പുറകിലേക്ക് നീങ്ങുകയാണ്
അവന്തിക ഇതെല്ലാം നടന്നത് അർച്ചന കാരണം മാത്രമാണെന്ന് സേതു പറയുമ്പോൾ സ്നേഹ ചെന്ന് അർച്ചനയെ കെട്ടിപ്പിടിക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാകുമെന്ന് അർച്ചന പറയുമ്പോൾ സ്നേഹ സന്തോഷത്തോടെ അർച്ചനയെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.